ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതും ഒരു റമദാൻ വ്ളോഗായിട്ട് തന്നെയാണ്. നോമ്പ് തുറക്കുന്ന കുറച്ച് കാര്യങ്ങളും അതുപോലെ റെസിപ്പീസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വ്ളോഗ് തന്നെയാണ് ഇന്നും ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ച് റെസിപ്പീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ. നോമ്പ് തുറക്കുമ്പോൾ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന കുറച്ച് റെസിപ്പീസാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്പെഷ്യലായിട്ടൊരു മാംഗോ ഡ്രിങ്ക് റെഡിയാക്കുന്നത്, ഫ്രൂട്ട് സലാഡ്, അതുപോലെ നമ്മുടെ ചട്ടിക്കറി, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വ്ളോഗാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വ്ളോഗിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ നിന്നൊരു ക്യാൻഡിൽ കത്തിച്ച് വയ്ക്കുന്നുണ്ട് കിച്ചണിൽ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഫുഡൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ക്യാൻഡിൽ കിച്ചണിൽ കത്തിച്ച് വെക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും. അപ്പോൾ നമ്മളിന്ന് ഫസ്റ്റ് തയ്യാറാക്കുന്നത് ചട്ടിയിൽ ചിക്കൻ കറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ ഇവിടെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടിയിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ മൺചട്ടിയിൽ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കൊത്തി അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഒരു വലിയ സവാളയാട്ടോ. നമ്മളിപ്പോൾ കുറച്ച് ചിക്കൻ കറിയല്ലേ തയ്യാറാക്കുന്നുള്ളൂ, ഞാൻ കാക്കായല്ലേ ഉള്ളൂ, അപ്പോൾ ഇത് മതിയാവും. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 പച്ചമുളകും പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ മൺചട്ടിയിലൊക്കെ നമ്മൾ ചിക്കൻ കറിയൊക്കെ വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സ്വാദാണ്. അത് തയ്യാറാക്കുമ്പോഴാണ് അത് നമുക്ക് മനസ്സിലാവുന്നത്. ഞാൻ പലപ്പോഴും തയ്യാറാക്കാറുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എനിക്ക് ഈ മൺചട്ടിയിലൊക്കെ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു തക്കാളിയായിട്ട് എടുത്തിട്ടുള്ളൂ. ഞാൻ നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ടാണ് തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് തക്കാളി വെന്ത് കിട്ടുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ പേസ്റ്റ് ആക്കിയിട്ട് കൊടുക്കുന്നത്. നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, കുരുമുളക് പൊടി. അപ്പം ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഒക്കെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണ വഴി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളം ചേർത്ത് കൊടുത്ത് ഇതാക്കുമ്പോഴാണ് കുറച്ചും കൂടി നമ്മുടെ ഈ പൊടിയുടെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. അങ്ങനെ നമ്മുടെ ചിക്കൻ്റെ മസാല റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മുടെ ചിക്കൻ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം. അങ്ങനെ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് മേലെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഇടിച്ച മുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചട്ടിയിൽ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ചിക്കൻ കറിക്ക് വെള്ളയപ്പമാണ് ഒന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചട്ടിയിൽ ചിക്കൻ കറി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ വെള്ളയപ്പത്തിനൊക്കെ പറ്റും. പിന്നെ ഒരുപാട് ചാറാക്കാൻ പറ്റില്ല കേട്ടോ, ചാറുണ്ടാക്കാൻ പറ്റില്ല ചട്ടിയിലാവുമ്പോൾ. അപ്പോൾ അത് റെഡിയായി. നമുക്ക് അടുത്തത് ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെറിയ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇത് പ്ലമ്മാട്ടോ കട്ട് ചെയ്യുന്നത്. പ്ലമ്മ്, പിന്നെ ഗ്രീൻ ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ മാങ്ങ എടുത്തിട്ടുണ്ട്, ആപ്പിൾ എടുത്തിട്ടുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള എന്ത് ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇനി ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഫ്രൂട്ട്സിലേക്ക് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ് മിൽക്ക് ഇല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ എൻ്റെ കയ്യിൽ കണ്ടൻസ് മിൽക്ക് ഉള്ളതുകൊണ്ട് ഞാൻ കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നു. കണ്ടൻസ് മിൽക്ക് ചേർക്കുമ്പോഴാട്ടോ കൂടുതൽ ടേസ്റ്റ് നമ്മുടെ ഈ ഫ്രൂട്ട് സലാഡിന്. അപ്പോൾ നന്നായിട്ട് കണ്ടൻസ് മിൽക്ക് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ കണ്ടൻസ് മിൽക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലാസ്റ്റിക് റാപ്പർ വെച്ച് കവർ ചെയ്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഫ്രിഡ്ജിലിരുന്ന് നമ്മുടെ ഈ ഫ്രൂട്ട്സൊക്കെ നന്നായിട്ടൊന്ന് തണുത്തോളും. നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇനി നമുക്ക് നെക്സ്റ്റ് ഈ ഫ്രൂട്ട് സലാഡിന് വേണ്ടിയിട്ടുള്ള കസ്റ്റാർഡ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. വാനില ഫ്ലേവറുള്ള കസ്റ്റാർഡ് പൗഡറാണ്. 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പാല് ചേർത്ത് കട്ടിയൊന്നുമില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ കസ്റ്റാർഡ് പൗഡർ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കസ്റ്റാർഡ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാൻ ഗ്യാസ് സ്റ്റൗവിൽ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 1.5 കപ്പോളം പാലെടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രൂട്ട്സ് എടുക്കുന്ന അനുസരിച്ച് വേണം കസ്റ്റാർഡ് തയ്യാറാക്കാനായിട്ട്. ഇനി പാലിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയെ ചേർക്കുന്നുള്ളൂ. നമ്മുടെ ഫ്രൂട്ട്സിൽ ഓൾറെഡി നമ്മൾ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊണ്ടാണ്. ഇനി നമ്മുടെ കലക്കി വെച്ചാണ് കസ്റ്റാർഡ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമ്മളെപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കസ്റ്റാർഡ് റെഡിയാക്കി എടുക്കാനായിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്ക പിടിച്ച് കരിഞ്ഞു പോകും. അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണം. പെട്ടെന്ന് തന്നെ റെഡിയാവും നമ്മുടെ കസ്റ്റാർഡ്. ഒരുപാട് നേരിട്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ കസ്റ്റാർഡ് കുറുകി വരും. അങ്ങനെ നമ്മുടെ കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് ഇവിടെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നമ്മുടെ ഫ്രൂട്ട്സ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഫ്രൂട്ട്സ് എടുത്ത് വയ്ക്കുക. അതിലേക്ക് നമ്മുടെ ചൂടാറിയ കസ്റ്റാർഡ് ചേർത്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ ഫ്രൂട്ട് സലാഡ് റെഡിയാവും. ഇത്രയേ ഉള്ളൂ പരിപാടി. നമുക്ക് നോമ്പിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയൊരു ഫ്രൂട്ട് സലാഡാണ്. നമുക്ക് നോമ്പ് തുറക്കുന്ന ആ സമയത്തൊക്കെ ഇങ്ങനത്തെ ഫ്രൂട്ട് സലാഡ് കഴിക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇക്കാക്ക് അങ്ങനെ ഞാൻ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കഴിക്കില്ല. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഫ്രൂട്ട് സലാഡൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഇക്കാക്ക കഴിച്ചോളും. ഇക്കാക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഫ്രൂട്ട് സലാഡും അതുപോലെ വെജിറ്റബിൾ വെച്ചിട്ടുള്ള സലാഡൊക്കെ ഉണ്ടാക്കും. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് സലാഡിലേക്ക് ഞാൻ കുറച്ച് കസ്കസും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. കസ്കസും നല്ലതാണല്ലോ നമ്മുടെ ഹെൽത്തിന്. അപ്പോൾ പിന്നെ ഞാൻ കസ്കസും കുറച്ച് ചേർക്കും. അങ്ങനെ നമ്മുടെ ഫ്രൂട്ട് സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നോമ്പ് തുറക്കുന്ന നേരമാകുമ്പോൾ നമ്മുടെ ഫ്രൂട്ട് സലാഡ് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിലേക്ക് തന്നെ എടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് അടുത്തത് ഞാൻ ഫ്രൂട്ട് സലാഡിന് വേണ്ടിയിട്ട് ബാക്കി വന്ന മാങ്ങ വെച്ചിട്ടൊരു ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് തൈര് ആവശ്യമുണ്ട്. മാക്സിമം നിങ്ങൾ പുളി ഇല്ലാത്ത തൈര് എടുക്കണം കേട്ടോ. അതാണ് കൂടുതൽ ടേസ്റ്റ്. പിന്നെ കുറച്ച് കസ്കസ് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സ് വേണം. തണുപ്പിന് വേണ്ടിയിട്ടാണ്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര. ഇത്രയും മതി നമ്മുടെ ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഡ്രിങ്ക് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ മാങ്ങ ചേർത്ത് കൊടുക്കുക.
ഇനി നമുക്കിതിലേക്ക് നമ്മുടെ തൈര് ചേർത്ത് കൊടുക്കുക. ഇത് പുളിയില്ലാത്ത തൈരാട്ടോ, മാക്സിമം നിങ്ങൾ പുളിയില്ലാത്ത തൈര് തന്നെ യൂസ് ചെയ്യുക കേട്ടോ. നല്ല ടേസ്റ്റായിട്ടോ ഡ്രിങ്ക് തീർച്ചയായിട്ടും നിങ്ങൾ തയ്യാറാക്കി നോക്കണം. പിന്നെ ആവശ്യത്തിന് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഐസ്ക്രീം ഉണ്ടെങ്കിൽ ഐസ്ക്രീമും ചേർത്ത് കൊടുക്കുക കേട്ടോ. വാനില ഐസ്ക്രീം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കാത്തത്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തോരം തിക്നെസ് വേണം അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കസ്കസും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റായിട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇപ്പോൾ മാങ്ങയുടെ സീസണൊക്കെ ആണല്ലോ, മാങ്ങ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ്. അങ്ങനെ നമ്മുടെ ഡ്രിങ്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് കുടിക്കാൻ പറ്റിയൊരു ഡ്രിങ്കാണ്. നമുക്ക് നെക്സ്റ്റ് ഒരു ഫില്ലിങ് തയ്യാറാക്കാം. നമ്മുടെ സമൂസയുടെ ഉള്ളിലും അതുപോലെ തന്നെ ഇറച്ചിപ്പോളയുടെ ഉള്ളിലൊക്കെ വയ്ക്കാൻ പറ്റിയിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 വലിയ സവാളയാട്ടോ, നമ്മൾ ഈ ഫില്ലിങ് മൊത്തത്തിൽ എടുക്കുന്നില്ല, ബാക്കി നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. നമ്മൾ വലിയ 2 സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. പെട്ടെന്നൊന്ന് സവാള വഴന്ന് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ചിക്കൻ പോളയാണ്, ഇറച്ചി വെച്ചിട്ടുള്ള പോള. അപ്പോൾ ബാക്കി വരുന്നത് വെച്ചിട്ട് ഞാൻ സമൂസ റെഡിയാക്കും. പിന്നെ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ഫില്ലിങ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരാഴ്ചത്തോളം നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സമൂസക്ക് ഉപയോഗിക്കാം, ഇറച്ചിപ്പോളക്ക് ഉപയോഗിക്കാം, കട്ട്ലേറ്റിന് ഉപയോഗിക്കാം. സമൂസയും കട്ട്ലേറ്റൊക്കെ തയ്യാറാക്കുമ്പോൾ കുറച്ച് പൊട്ടറ്റോ, നമ്മുടെ ഉരുളക്കിഴങ്ങ് വേവിച്ച് ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഇറച്ചിപ്പോളയാണ്. അപ്പോൾ നമ്മുടെ എല്ലാം സവാള, തക്കാളി എല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ പൊടികളൊക്കെ, മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ പൊടിയുടെ പച്ചമണമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ മറന്നു പോയതാണ് കുരുമുളക് പൊടി ചേർക്കാനായിട്ട്. കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ്. ഇനി കുറച്ച് വെള്ളവും കൂടി ചേർത്തൊന്ന് കുറച്ച് നേരിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പിട്ട് വേവിച്ച് നമ്മൾ എല്ലൊക്കെ കളഞ്ഞെടുത്ത ചിക്കനാണ്, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ഇറച്ചിപ്പോളയുടെ ഉള്ളിൽ വയ്ക്കുന്ന മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ, നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇങ്ങനെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ ഒരാഴ്ചത്തോളം നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. അങ്ങനെ കുറച്ചെടുത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങൾ തയ്യാറാക്കാം. അങ്ങനെ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ അവസാനം കുറച്ച് മല്ലിയിലയും കൂടി വിതറിക്കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇറച്ചിപ്പോളയുടെ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഫില്ലിങ്. അപ്പോൾ നമുക്കിനി ഇറച്ചിപ്പോള തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു 4 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 4 മുട്ട മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിക്കുക.
പിന്നെ 2 സ്ലൈസ് ബ്രെഡ് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ചെറിയ പീസസ് ആയിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കുക. ബ്രെഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി, പക്ഷേ ബ്രെഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നന്നായിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഇടാം. ഈ മിക്സ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ബോളയുടെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനത് മൊത്തം ചേർത്ത് കൊടുക്കുന്നില്ല, കുറച്ചേ എടുക്കുന്നുള്ളൂ. ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കും. സമൂസയോ വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാമല്ലോ പലഹാരങ്ങൾ. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിനി ബാക്കി വന്നേണ്ടത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ സമൂസ തയ്യാറാക്കുകയാണെങ്കിലും കട്ട്ലേറ്റ് തയ്യാറാക്കുകയാണെങ്കിലും ഉരുളക്കിഴങ്ങ് വേവിച്ച് ഇതിലേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി, അത്രേ ഉള്ളൂ. ഇറച്ചിപ്പോള തയ്യാറാക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ ഡയറക്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ ഒരു പാത്രത്തിൽ ഞാൻ സ്റ്റോർ ചെയ്യും. ഇനി നമുക്ക് ഇറച്ചിപ്പോള തയ്യാറാക്കാനുള്ള ഞാനൊരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. അടിയിലൊരു പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് സോസ് പാൻ വെച്ചിരിക്കുന്നത്. അത് കുറച്ച് ഓയിൽ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല, നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട്. എന്നാലും ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചാൽ ഇറച്ചിപ്പോളയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് നമ്മൾ. 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം കുറച്ച് നട്ട്സ് നമുക്ക് മേളിലൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കാഷ്യൂ നട്ട്സാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും നമ്മുടെ ഇറച്ചിപ്പോള. അപ്പോൾ നമ്മുടെ ഇറച്ചിപ്പോള ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ഇറച്ചിപ്പോള ഇവിടെ റെഡിയായി. തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെ ഇറച്ചിപ്പോള തയ്യാറാക്കണം. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതുപോലത്തെ പലഹാരങ്ങൾ തയ്യാറാക്കുന്നതാണ് നല്ലത്. കാരണം നമ്മളിതിൽ ഒരുപാട് ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു. താങ്ക് യു.